എന്തിനാ പോന്നേന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്താ ഉണ്ണിത്താനെ കാര്യമുണ്ട്. അല്ല, ഈ പാലക്കാട്ടെ നിങ്ങൾക്ക് ബന്ധുക്കൾ ആരും ഉള്ളതായിട്ട് എനിക്കറിയില്ല. പഴയ വല്ല മിത്രത്തെയും കാണാനാണോ? മിത്രമാണോ ശത്രുവാണോ എന്നും അവിടെ ചെന്നിട്ടേ അറിയൂ. അല്ല, മൊത്തത്തിലേ ഒരു ദുരൂഹതയുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്തോ കാര്യമായ വിഷയം തന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ. ആ, പാലക്കാടായേ. ചില വിവരങ്ങൾ കൂടി അറിഞ്ഞിരുന്നെങ്കിൽ. എനിക്കിനി ഒന്നും പറയാനില്ല. അവനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യവുമില്ല. നിങ്ങൾ വളരെ ദൂരെ നിന്ന് വന്നതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ സംസാരിച്ചത്. അപ്പൊ ശരി. എന്നാലേ നമുക്ക് പോവാം. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളല്ലല്ലോ ഉണ്ണിത്താനെ കേട്ടത്. ഫോണിൽ അരവിന്ദ് രാജയുടെ ഫോട്ടോ ഉണ്ട്. ഞാനത് കാർന്നവരെ ഒന്ന് കാണിച്ചാലോ? നമ്മുടെ രാജ തന്നെയാണോ ഇയാൾ ഈ പറയുന്നതെന്ന് അറിയാമല്ലോ. വേണ്ട. ചിലപ്പോഴേ പുള്ളിക്ക് ആള് മാറിപ്പോയതാണെങ്കിലോ? അല്ല, ഒരാള് തന്നെ. എന്നാലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി. വേണ്ടടൂ. ചില വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടാ ഇങ്ങോട്ട് വരാൻ തന്നെ തീരുമാനിച്ചത്. നമ്മളൊരു രഘുനന്ദനെ കണ്ടില്ലേ? ആ, മീരെ ആലോചിക്കാൻ വന്ന ആ പെട്രോൾ പമ്പുകാരൻ. ഉണ്ണിത്താനെ നിന്നോട് പറഞ്ഞല്ലോ. അരവിന്ദ് രാജയുടെ മുംബൈ ജീവിതത്തെപ്പറ്റി രഘുനന്ദൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊരു നല്ല റിപ്പോർട്ടല്ലായിരുന്നു. അതുകൂടി മനസ്സിൽ വെച്ചാണ് എന്റെ ഈ യാത്ര. ഓ, അറിയേണ്ടത് അറിഞ്ഞു. അറിയാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും. മീരയോട് എന്തു പറയൂടോ? പ്രശ്നമാണ്. എന്തു വന്നാലും ഇപ്പോ കേട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിന്റെ കയ്യിൽ മീരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും. പ്രശ്നമായല്ലോ. വാ, പോകാം. ആ, ഒന്ന് നിന്നാട്ടെ. ഞാനേ ഈ പയ്യയുടെ പെങ്ങളാ. എന്താ പേര്? ദേവകിയമ്മ. എന്താ ദേവകിയമ്മയ്ക്ക് പറയാനുള്ളത്? ആർസി അദ്ദേഹവുമായിട്ട് സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. അരവിന്ദ് രാജയെ നിങ്ങൾ കാണാറുണ്ടോ? എനിക്ക് ഫോണില്ല. ഒന്ന് വിളിച്ചു തന്നാ അരവിന്ദുമായിട്ട് സംസാരിക്കാമായിരുന്നു. ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. ഒന്ന് വിളിച്ചു തരുവോ? അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. രാജയ്ക്കറിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം. പറഞ്ഞിട്ടില്ല അയാളോട്. ദേവകി അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് എത്ര നാളായി. ആ, പിന്നെ ആർസി അദ്ദേഹം പറഞ്ഞതിലൊന്നും ഒരു സത്യവും ഇല്ല. മുഴുവനും കള്ളവാ. രാജയുടെ ഇളയച്ചനല്ലേ ആർസി? അതെ അതെ, നല്ല കുട്ടി അരവിന്ദ്. ഞാൻ ഈ കയ്യിലെടുത്തോണ്ട് നടന്നതാ. വലിയ സ്പോർട്സുകാരനായിരുന്നു. IAS പരീക്ഷയ്ക്ക് പോകാനിരുന്നതാ. പിന്നെ എന്തു പറ്റി? അവനൊരു പ്രേമത്തിൽ ചെന്ന് പെട്ടു സാറേ. അതാ കുഴപ്പമായത്. എനിക്ക് മറുപടി കിട്ടിയില്ല. അരവിന്ദ് രാജ ജയിലിൽ കിടന്നിട്ടുണ്ടോ? മുംബൈയിൽ വെച്ച് നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? പാലക്കാട് പോയിരുന്നു അല്ലേ? എന്റെ തറവാട്ടിൽ. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരവ് അതല്ല. ഒരു വിവാഹം നടത്താൻ ആലോചിച്ചാൽ വധുവിനെക്കുറിച്ച് വരന്റെയും വരനെക്കുറിച്ച് വധുവിന്റെയും വീട്ടുകാർ വിവരങ്ങൾ അന്വേഷിച്ചറിയുന്നത് സാധാരണമാണ്. അതിന് രണ്ടു കൂട്ടർക്കും അവകാശവുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ മീരെ ഏൽപ്പിച്ചു തരുമ്പോൾ എനിക്കുള്ള ഉത്തരവാദിത്വം ചെറുതല്ല. ആ ബോധമാണ് എന്നെ പാലക്കാട്ടെത്തിച്ചത്. അതിന്റെ പേരിൽ രാജയ്ക്ക് നേരെ സ്വന്തം നടന്ന കാര്യം എന്താ? ബാക്കിയുള്ളവരോടെ? എല്ലാവരും ജോലിയില്ല. അവരെ തിങ്കൾ വിവരം അറിയിച്ചാൽ മതി.
രാജ് കിച്ചൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരാഴ്ച കൂടിയേ ഈ സ്ഥാപനമുള്ളൂ. നിങ്ങളെല്ലാവരും എന്നോട് നന്നായി സഹകരിച്ചു. ഈ മാസത്തെ മുഴുവൻ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. അങ്ങനെ അടച്ചുപൂട്ടാനൊന്നും പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ റെസ്റ്റോറന്റ് നടത്തിക്കോളാം. സാറിന്റെ മേൽനോട്ടം ഉണ്ടായാൽ മതി. സാബ്, ഞാൻ എന്ന് ഫിഷ് ടിക്ക ഉണ്ടാക്കാം സാബ്. കണ്ടില്ലേ, ഇത്ര ആത്മാർത്ഥതയുള്ള കുറെ പേരെ തഴഞ്ഞിട്ട് എങ്ങനെയാ രാജ് കിച്ചൺ നിർത്താൻ കഴിയാ? നിങ്ങൾ ഒരാൾക്ക് പോലും ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്ര കഴിവുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ഇതുപോലെ ഒന്നും ശരിയാവില്ല സാർ. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം അത്. സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ ഞങ്ങൾ അനുഭവിക്കുന്നത് സുരക്ഷിതത്വം മാത്രമല്ല, സന്തോഷവും അഭിമാനമാണ് സാർ. സ്റ്റോപ്പ് ചെയ്യരുത് സാബ്, പ്ലീസ് സാബ്. രാജ് കിച്ചൺ അടയ്ക്കാനുള്ള തീരുമാനം മാറ്റണം. ഇത് ഞങ്ങളുടെ ആവശ്യം. ഞാനിന്ന് മുംബൈക്ക് പോവാ. അങ്കിൾ, യെസ്, ഒരാഴ്ച കൂടി നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ചെയ്യേണ്ട കാര്യങ്ങൾ വിശദമായി ഞാൻ മെയിൽ ചെയ്യാം. അതൊന്നും ശരിയാവില്ല. ഞങ്ങളിത് വിടില്ല. സോറി, ഇറ്റ്സ് ഡിസൈഡഡ്. അതിന് ഇനി മാറ്റമില്ല. ഒന്ന് സന്തോഷിച്ചാൽ അതിന്റെ എല്ലാ മുളകളെയും നുള്ളിക്കളയുന്ന സങ്കടം പിന്നാലെ ഉണ്ടാവും. തിങ്കളിന്റെ ജാതകം അതാ. ഓരും ഒറ്റവരും ഇല്ലാതെ ജന്മസമയം പോലും അറിയാത്തവൾക്ക് എന്ത് ജാതകം. ഇല്ല, ഒന്നുമില്ലെന്ന് എഴുതാൻ. തിങ്കൾ, റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് വട്ടാവുന്നടി. നീയുമില്ലല്ലോ. റെസ്റ്റോറന്റ് ഗുൽസാറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങ് പോന്നു. സാറ് പിന്നെ വിളിച്ചോ? ഇല്ല, ഫ്ലൈറ്റിലല്ലേ ഇപ്പോ. എന്നാലും വല്ലാത്ത ട്രാജഡി ആയിപ്പോയി. സാറ് പോവണ്ടായിരുന്നു. മനസ്സത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. ചിലപ്പോ 2 ദിവസം കഴിയുമ്പോ തിരിച്ചു വരുമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല. ഒരു ഐഡിയ. മീര മേഡത്തെ കൊണ്ട് നമുക്കൊന്ന് വിളിപ്പിച്ചു നോക്കിയാലോ? എന്തിന്? അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് ആ സ്ത്രീ. കള്ളിയാണ്. പിന്നെന്തിനാ ഇങ്ങനൊരു അഫയർ ഉണ്ടാക്കിയത്? സമാധാനത്തോടെ ജീവിച്ച് ഒരാളിനെ നാട് കടത്തിയില്ലേ, അതിനു വേണ്ടിയാ. മുഖത്ത് നോക്കി എനിക്ക് 2 വാക്ക് പറയണം. നീ വാ, നമുക്കേ ആ ഫ്ലാറ്റിലേക്ക് പോയി അവരെ കാണാം. ചോദിക്കാം നമ്മുടെ ബോസിനെ എന്തിനാ ചതിച്ചെന്ന്. അങ്ങനെ അവര് മാത്രം ഇടിക്കാവണ്ട. വാ പോവാം. നിർത്ത് മീരാൻറ്റി. ഞങ്ങള് ഫ്ലാറ്റിലേക്ക് വരുമായിരുന്നു മാഡത്തിനെ കാണാൻ വേണ്ടി. എന്താ വിശേഷം? ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിട്ട്. രാജ് കിച്ചൺ പൂട്ടുന്നു, അറിഞ്ഞില്ലേ? എന്താ? രാജ് കിച്ചൺ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന്. കുറെ പേരുടെ ഉപജീവനത്തിന് അങ്ങനെ തീരുമാനമായി. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എനിക്ക് മനസ്സിലായില്ല. കേട്ടില്ലേ ഗോപികെ? ഒന്നും ഞാൻ അന്വേഷിച്ചറിഞ്ഞു എല്ലാം. ഫെസ്റ്റുകൾ, ആഘോഷങ്ങൾ, കേക്ക് മുറിക്കൽ, ഒരു ബന്ധം വളരുകയായിരുന്നു. ഇവിടെ വന്നപ്പോ ഞാൻ കരുതി കൊള്ളാമല്ലോന്ന്. കുറച്ച് സപ്പോർട്ടും ചെയ്തു. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഒരാള് സീരിയസ് ആയിരുന്നു,
മറ്റേയാൾക്ക് വെറും ടൈം പാസും. ഒടുവിലെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. പാവൻ രാജങ്കിള് മനസ്സ് തകർന്നുപോയി. ഈ നാടിനോട് തന്നെ വെറുപ്പായി. എന്തായാലും ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ ശല്യം ഉണ്ടാവില്ല. ഗോപിക വാ, നമുക്ക് പോവാം. എന്നാലും കഷ്ടമായിപ്പോയി മാഡം. വേണ്ടായിരുന്നു. കേറ്. ഇത് പബ്ലിക് റോഡാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒഴിഞ്ഞു മാറി നിന്ന് എന്നെ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ചിട്ട് ഒടുവിലിപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? ഗസ്റ്റ് ആണെന്ന് കള്ളം പറഞ്ഞ് എന്നെ വിളിപ്പിച്ചില്ലേ? എന്നിട്ട് എന്താ അവിടെ നടന്നത്? ഇപ്പൊ എല്ലാവരും കാലുമാറി. മുംബൈക്ക് പോയത്ര. ഒരു വാക്കെന്നോട് പറഞ്ഞില്ല. മീര മരിച്ചുപോയെന്ന് കരുതി കാണും. ആയിക്കോട്ടെ, പോട്ടെ, ആരും വേണ്ട എനിക്ക്. ആരുമില്ലാതെ ജീവിച്ചോളാം. പോകുന്നവരെല്ലാം പൊയ്ക്കോട്ടെ. ആന്റി, അല്ല, സ്ഥലം വിടണമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞില്ലല്ലോ. ആ അധ്യായം അങ്ങനെ കഴിയാനാണ് വിധി. മീരയെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഉണ്ണിത്താൻ പാലക്കാട്ട് പോയി അന്വേഷിച്ചതിന്റെ പേരിൽ രാജയ്ക്ക് ഇത്രയും പ്രകോപനം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഒരു വിവാഹമല്ലയോ? അന്വേഷിക്കണ്ടായോ? എന്നാ പിന്നെ പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആള് സത്യസന്ധനാണെങ്കിൽ ദേഷ്യമുണ്ടാവും. തന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായി രാജയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. സ്വാഭാവികമായും അയാൾക്ക് പ്രകോപനം ഉണ്ടാവും. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം. വൃത്തിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഉപേക്ഷിച്ചിട്ടാ അയാള് പോയിരിക്കുന്നത്, അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് മീരയോട് അത്രയ്ക്കുള്ള സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആത്മാർത്ഥമായിരുന്നു എന്നിരിക്കട്ടെ, രാജ തിരിച്ചു വരും. ഫ്ലൈറ്റ് ഇടയ്ക്ക് ആകാശത്ത് നിർത്തിച്ച് ചാടിയോ അതോ എടുത്തു ചാടിയോ? അല്ല, ഈ തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. ഫ്ലാറ്റിൽ പോയി മീരാന്റെ കണ്ടില്ലേ? അതും ഞാൻ പ്രതീക്ഷിച്ചതാ. അങ്കിളിന് ഒരിക്കലും ഈ സ്ഥലം വിട്ടുപോകാൻ കഴിയില്ല. ഇവിടെ മീരാന്റെ ഉണ്ട്. അപ്പോഴേ രാജ് കിച്ചൺ എന്നാ അടച്ചുപൂട്ടുന്നത്? ഞായറാഴ്ചയോ അത് തിങ്കളാഴ്ചയോ? എല്ലാവർക്കും ഇവിടുത്തെ പണി. താൻ ആരാ? സെക്രട്ടറി. പോയി സെക്രട്ടറിയുടെ ജോലി. ഇയാളോ? ചീഫ് സപ്ലയർ. അപ്പൊ പോയി സപ്ലൈ. സേട്ടാ, ഞാൻ ടിക്ക ഉണ്ടാക്കട്ടെ സേട്ടാ? സാബ് കലക്കിയാളിയാ. സോറി സാബ്. ഭർത്താനം മതി. നിറകയിലെ സിന്ദൂരം മാഞ്ഞുപോയ ദിവസം ഇവളെ ആഭരണങ്ങൾ മാറ്റിവെച്ചു. പിന്നീട് ഇത് തൊട്ടിട്ടില്ല. പക്ഷേ ഞാനിത് സൂക്ഷിച്ചു വെച്ചു. എന്തെങ്കിലും ഒരിക്കൽ വീണ്ടും ഉപയോഗം വരുമെന്ന് കരുതി അല്ല. അന്നങ്ങനെ തോന്നി. അത് നന്നായെന്ന് ഇപ്പൊ മനസ്സിലായി. ചിലതങ്ങനെയാ, മായ്ച്ചു കളഞ്ഞാലും മാഞ്ഞു പോവില്ല. വിവാഹ ദിവസം മീര ഈ ആഭരണങ്ങൾ അണിയണം.
അന്നത്തെ ഫാഷനാണ്, അത് കുഴപ്പമില്ല. ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. പഴയ സ്വർണം മാത്രം ആക്കണ്ട, ഒരു മാലയും ഒരു ജോഡി കമ്മലും ഞാൻ വാങ്ങിച്ചു തരാം. കൊള്ളാലോ, ഇത് പഴയതെന്ന് ആരും പറയില്ല. ഇതിട്ടാ അമ്മ അടിപൊളിയായിരിക്കും അല്ലേടാ? ഇത് കൊള്ളാം, പുതിയ ഫാഷൻ പോലെയുണ്ട്. ഓ പിന്നെ, ആഭരണങ്ങളുടെ ട്രെൻഡ് അറിയുന്ന ഒരാളൊന്ന് പോയേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണം വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. വന്ന് അതിപ്പോ ആർഭാടമായിട്ട് മാറിയിരിക്കുക. ഇനി സ്വർണം സാരി എന്നൊക്കെ പറഞ്ഞ ഞാൻ കൂട്ടു നിൽക്കില്ല കേട്ടോ. അമ്മേ, ആഭരണമില്ലാതെ ഒരു മഞ്ഞ ചരട് മാത്രം ഇട്ടുകൊണ്ട് കല്യാണത്തിന് ഇറങ്ങാൻ പറ്റുമോ? അതല്ല, ഈ സ്വർണം ഞാനിടില്ല. ഇതെനിക്ക് വെറുതെ കുറെ ആഭരണങ്ങളല്ല. അച്ഛൻ പറഞ്ഞല്ലോ എന്റെ ഓർമ്മകളാണെന്ന്. വെറും ഓർമ്മകളുമല്ല. അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ആഭരണങ്ങളിൽ ഞാൻ കാണുന്നത് ഇവന്റെ അച്ഛന്റെ മുഖമാണ്. ഒരു ജന്മം മുഴുവൻ ഒരുമിച്ചുണ്ടാവണമെന്ന് ആഗ്രഹിച്ചെങ്കിലും കണ്ടു കൊതു തീരും മുമ്പ് എന്നെ വിട്ടുപോയ മുകുന്ദേട്ടൻ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ സ്വർണം അണിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് താലി കെട്ടാനായിട്ട് നിന്ന് കൊടുക്കും? ഇളപറ, നീ ഒരു പെണ്ണല്ലേ, ഭാര്യയല്ലേ, നിനക്കതിന് കഴിയോ? മുത്തശ്ശ, അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും വിവാഹ ദിവസം അണിയണ്ട. പക്ഷെ ഈ സ്വർണം അമ്മയ്ക്കുള്ളതാണ്. ഇത് സൂക്ഷിച്ചു വെക്കാവല്ലോ. മുത്തശ്ശൻ തന്നെ അങ്ങോട്ട് കൊടുക്ക. ഏയ്, അതുണ്ടാവില്ല. രാജ് കിച്ചന്റെ ഗ്രാഫ് മുകളിലേക്ക് പോണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സെലിബ്രിറ്റി ഷെഫായ അരവിന്ദ് രാജയും എക്സ്പേർട്ട് കുക്കായ മീര അരവിന്ദ് ഒരുമിച്ചാൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല മക്കളെ. പാരലായി സാറിനും മീര മാഡത്തിനും കൂടി ഒരു യൂട്യൂബ് ചാനലും തുടങ്ങാം. സംഭവം ക്ലിക്ക് ആവുകയും ചെയ്യും. സാബ്, നാം മലായ് ഫിഷ് മസാല ഉണ്ടാക്കാം. ഒന്ന് അടങ്ങ്. മീരാന്റിക്കും എന്തെങ്കിലും ഐഡിയ ഒക്കെ കാണും. നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞങ്ങൾ വല്ലാത്ത ആവേശത്തില. രാജ് കിച്ചണിൽ ഇനി ഉത്സവ നാളുകളാ വരാൻ പോകുന്നത്. മുത്തശ്ശ, പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. മീരാമ്മയുടെ വീടിനെ പറ്റിയും ബന്ധുക്കളെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ ഒഴിഞ്ഞു മാറുമായിരുന്നു. എന്താ മുത്തശ്ശ അവിടുത്തെ വിശേഷങ്ങൾ? അല്ല, മീരാമ്മയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അതിപ്പോ മീര പറയാത്തിടത്ത് ഞാൻ പറയുന്നത് ശരിയല്ല. നീ തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. പലപ്പോഴായി അവര് ചോദിച്ച ചില ചോദ്യങ്ങൾ, പറഞ്ഞ കുറെ കാര്യങ്ങൾ, വിമർശനങ്ങൾ, അതേ സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന ചോദ്യങ്ങളാ. ഒറ്റയ്ക്കായ ഒരു സ്ത്രീ, അവള് വിധവ കൂടിയാണെങ്കിൽ ഒരുപാട് പേരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു ഒക്കെ അറിയാൻ വല്ലാത്തൊരു കൗതുകമാണ് ചുറ്റുമുള്ളവർക്ക്. സഹായിക്കാൻ ഒരുപാട് കൈകൾ നീണ്ടുവരും. എന്നാ സൂക്ഷിച്ചു നോക്കിയാൽ
ആ കൈകളിൽ കൂർത്ത മുനയുള്ള നഖങ്ങൾ കാണാം. പകൽ സമയത്ത് കാണുമ്പോഴുള്ള ചിരിയല്ല സന്ധ്യ മയങ്ങിയാൽ ആ മുഖങ്ങളിൽ കാണുന്നത്. വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയായിരിക്കും അവള്. അപ്പോഴും പെണ്ണെന്ന നിലയിൽ അവളൊരു കൗതുക കാഴ്ചയാണ്. അച്ഛനെ പോലെയുള്ള ഒരാളുടെ തണലുണ്ടായിരുന്നിട്ടും എനിക്ക് പല നോട്ടങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ജീവിച്ചു കാണിച്ചു. എങ്ങനെയാണ് ഒറ്റപ്പെട്ട ഒരു പെണ്ണിന് അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയുകയെന്ന്. ഇനി വിശ്രമം വേണം. വേറൊരാളുടെ കൂട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേർന്നു. കുറെ എതിർത്തെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചു. അത് ചിലർക്കുള്ള മറുപടിയാണ്. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഇപ്പൊ ഈ നിമിഷം എനിക്ക് മീരാമ്മയെ കുറിച്ച് അഭിമാനം തോന്നുക. നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട്. ഈ അമ്മയുടെ മകനായി ജനിച്ചതിന്റെ പേരില്. എന്നെക്കുറിച്ചും എനിക്കിപ്പോ അഭിമാനം തോന്നുക മീരാമ്മയുടെ മരുമകളായതില്. കല്യാണത്തിനുള്ള ഡ്രസ്സ് ഇത്രയും കൊണ്ട് നിൽക്കില്ല. എന്റെ കല്യാണത്തിന് ഇത്രയും മതി. ആ, നിങ്ങൾ കാറെടുത്തോ, ഞാൻ വന്നേക്കാം. അപ്പൊ അങ്കിള് വരുന്നില്ലേ? അപ്പുറത്ത് എന്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് ഉണ്ട്, അയാളെ ഒന്ന് കാണണം. കാറിൽ പോ, ഞാൻ വെളി വെയിറ്റ് ചെയ്യാം. ഒന്നും വേണ്ട, എന്നെ അവൻ ഡ്രോപ്പ് ചെയ്തോളൂ. തിങ്കൾ വേഗം രാജ് കിച്ചണിലേക്ക് ചെല്ല്. എനിക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ. ഹലോ, ഞാനിപ്പോ എവിടെയാണെന്നറിയോ? അത് ഞാനെങ്ങനെ അറിയാം? എന്നാലും ഗസ് ചെയ്യ്. രാജ് കിച്ചണിലല്ല, വീട്ടിലും ആവാൻ സാധ്യതയില്ല. അവിടെ രണ്ടിടത്തും ആണെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. കറക്റ്റ്. ഡ്രസ് എടുക്കാൻ പുറത്തു പോയതാണോ? ഓ, എത്ര കൃത്യമായിട്ട് പറഞ്ഞു. അതാ മീര. എന്നാൽ ഇതങ്ങനെ മനസ്സിലായി? എന്റെ സാറേ, മനുഷ്യനായ ഓർമ്മ വേണം. ഇന്നലെ എന്നോട് സൂചിപ്പിച്ചിരുന്നില്ലേ ഇന്ന് ഡ്രസ് എടുക്കാൻ പോകുന്ന കാര്യം? അയ്യോ, അത് ഞാനങ്ങ് വിട്ടുപോയി. അതെ അതെ, മനസ്സിലാരോ കേറി കൂടിയിട്ടുണ്ട്. അതാണ് ഈ മറവി. തിങ്കളാ സെലക്ട് ചെയ്തത്. ഏത് കളറിനോടാ മീരയ്ക്ക് കൂടുതൽ ഇഷ്ടം? എന്താ ചിരിച്ചേ? ഡ്രസ് എടുത്ത ശേഷമാണോ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചോദിക്കുന്നത്? ഞാനിന്ന് സെൽഫ് ഗോളുകൾ അടിക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു. ഹലോ, എവിടെ നിങ്ങളുടെ മുതലാളി? എന്താ ഗോപിക, എന്ത് വേണം? അരവിന്ദ് രാജ് എവിടെ? സാറ് വരാൻ ലേറ്റ് ആവും. വരുവോ? എന്തിനാ? ഒന്ന് കാണാനാ. ഇന്ന് വരുവോ? പിന്നെ വരാതെ? എന്നാ പിന്നെ കാണാം. അല്ല, നിങ്ങളാരാന്ന് പറഞ്ഞില്ല. എന്താ കാര്യം?